നമസ്കാരം. ലോകജന പരിപാലകനായ മഹാവിഷ്ണു ഭഗവാന്റെ പൂർണ്ണ അവതാരമാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. എത്ര തന്നെ ദുരിതപൂർണമായ അവസ്ഥയിലൂടെ ഒരു വ്യക്തി കടന്നുപോയാലും ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ തന്നെ കടന്നു വരും. എത്ര തന്നെ അപകടത്തിൽ നിന്നും രക്ഷിച്ച് അവർക്ക് മേൽ അനുഗ്രഹം ചൊരിയുന്ന ദേവൻ കൂടിയാണ് സാക്ഷാൽ ഭഗവാൻ. ഭഗവാന്റെ അനുഗ്രഹമുള്ള വ്യക്തികളിൽ അല്ലെങ്കിൽ ഞാൻ ഈ പരാമർശിക്കുന്ന ലക്ഷണങ്ങളിൽ ഒരു ലക്ഷണമെങ്കിലും നിങ്ങളുടെ വീടുകളിൽ പ്രകടമാകുന്നു എങ്കിൽ തീർച്ചയായും ആ വീടുകളിൽ സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ സാന്നിധ്യമുണ്ട്, അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം, ഭഗവാന്റെ സാന്നിധ്യമുള്ള വീടുകളാണ് എന്ന് തന്നെ പറയാം. ആ ലക്ഷണങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഏവരും ഒരു നിമിഷം ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും ഉണ്ട് എങ്കിൽ ആ ലക്ഷണം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. നിങ്ങളുടെ വീട്ടിലോ അയൽപ്പക്കത്തിലോ മഞ്ചാടിക്കുരു ഉണ്ടാകണം എന്നില്ല. പായസക്കൊതിയൻ തന്നെയാണ് കണ്ണൻ. ഭഗവാന് ഏറ്റവും വിശേഷപ്പെട്ടതായ വഴിപാടുകളിൽ ഒന്ന് തന്നെയാണ് പാൽപായസ വഴിപാടും. അതിനാൽ തന്നെ നിങ്ങളുടെ വീടുകളിൽ പാൽപായസം തയ്യാറാക്കുന്നതായ ദിവസം ചില കാര്യങ്ങൾ വീടുകളിൽ സംഭവിക്കും എന്നുള്ളതാണ്. ഭഗവാന്റെ കടാക്ഷമുള്ള വീടുകളിലാണ് എങ്കിൽ അവിടെ തീർച്ചയായും ഉപ്പന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതല്ല എങ്കിൽ മറ്റ് കിളികളോ അണ്ണാനോ അവരുടെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നു. അത് അടുക്കള ഭാഗത്താണ് എങ്കിലും അതല്ല വിളക്ക് തെളിയിക്കുന്ന അവസരത്തിലാണ് എങ്കിലും കേൾക്കുവാൻ സാധിക്കുന്നു എങ്കിൽ തീർച്ചയായും അത് ഭഗവാന്റെ സാന്നിധ്യം തന്നെയാണ്. അതിനാൽ ശുദ്ധിയോടെ നിങ്ങൾ ഒരു ഗ്ലാസ് പായസം പൂജാമുറിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇപ്രകാരം ഭഗവാന് പായസം നിങ്ങൾ അർപ്പിക്കുന്നതിലൂടെ അത് നിങ്ങൾക്ക് ഇരട്ടി ഫലം നൽകും എന്നുള്ളതാണ്. ശേഷം കുടുംബാംഗങ്ങൾക്ക് ഏവർക്കും ആ പായസം സേവിക്കാവുന്നതുമാണ്. മറ്റൊരു ലക്ഷണം ദർശനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഗുരുവായൂരിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഭഗവാൻ തന്നെ പലവിധ ലീലകൾ കാട്ടിത്തരും എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ മറക്കുവാൻ സാധിക്കാത്തതായ ഒരു ലീല തന്നെയായി മാറും എന്നുള്ളതാണ്. ഓർത്തിരിക്കുവാൻ സാധിക്കും. യഥാർത്ഥ ഭക്തരിൽ കാണുന്നതായ ഒരു ലക്ഷണമാണ് എന്നും നിസ്സംശയം പറയാം. ഭഗവാൻ നിങ്ങളിൽ സംപ്രീതനാണ് എങ്കിൽ അല്ലെങ്കിൽ ഭഗവാന്റെ കൃപാകടാക്ഷമുണ്ട് എങ്കിൽ കാണുന്ന ഒരു ലക്ഷണം തന്നെയാണ്. ഭഗവാനോട് പറയാൻ പ്രാർത്ഥിക്കാൻ നിരവധി പ്രയാസങ്ങൾ മനസ്സിൽ കൊണ്ടായിരിക്കും പോവുക. എന്നാൽ നിങ്ങൾ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ എല്ലാം മറന്നു പോകുന്നതായ സാഹചര്യം, ഭഗവാനിൽ അലിയുന്നതായ ഒരു സാഹചര്യം, ഭഗവാന്റെ ആ വിഗ്രഹത്തെ നോക്കി, ബിംബത്തെ നോക്കി ഒരിക്കലും നിങ്ങൾക്ക് ഒന്നും പ്രാർത്ഥിക്കുവാൻ സാധിക്കാതെ കണ്ണുകൾ നിറയുകയോ രോമാഞ്ചം അനുഭവപ്പെടുകയോ മറ്റൊരു ലോകത്ത് നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതും ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു ലക്ഷണം തന്നെയാണ്. ദർശനം കഴിഞ്ഞതിന് ശേഷം മടങ്ങി വീട്ടിൽ പ്രവേശിക്കുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ മനസ്സിൽ വളരെയധികം ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ഒരു ശുഭവാർത്ത തേടിയെത്തും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്നതായ ചില കാര്യങ്ങൾ വന്നു ചേരാവുന്നതുമാണ്. ഇത്തരത്തിൽ സന്തോഷിക്കുവാൻ സാധിക്കുന്നതായ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ഭഗവാനെ നിങ്ങൾ മന്ത്രത്താൽ സ്മരിക്കുന്നതായ അവസരത്തിലാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് കളഭത്തിന്റെ സുഗന്ധം അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു തണുപ്പ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു ഇളം കാറ്റ് നിങ്ങളെ തഴുകി പോകുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാകുന്നു. ഇത് വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിലും സംഭവിക്കാം എന്നുള്ളതാണ്. ഇപ്രകാരം നിങ്ങൾക്ക് പറഞ്ഞറിയിക്കുവാൻ സാധിക്കാത്തതായ ഒരു സന്തോഷം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരും. ഭഗവാനെ കുറിച്ച് നിങ്ങൾ മറ്റൊരു വ്യക്തിയോട് പറയുന്നതായ അവസരത്തിലാണ് എങ്കിലും ഇത്തരം അനുഭവം ഉണ്ടായി എന്ന് വരാം. അത് ഭഗവാന്റെ അനുഗ്രഹമാണ്, സാന്നിധ്യമാണ്,
സംരക്ഷണമാണ് എന്ന് തന്നെ നിസ്സംശയം പറയുവാൻ സാധിക്കും. മറ്റൊന്ന് സ്വപ്ന ദർശനമാണ്. പലരും ആഗ്രഹിക്കുന്നതായ കാര്യം, സ്വപ്നത്തിലൂടെ ഭഗവാനെ കാണണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് പലരും. അത് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. സ്വപ്ന ദർശനം ഭഗവാനായി തന്നെ നിങ്ങൾക്ക് നൽകുന്നതായ സാഹചര്യം, അത് ഉണ്ണിക്കണ്ണനെയാകാം, അല്ലെങ്കിൽ പരിചിതമല്ലാത്ത ഒരു ഉണ്ണി ഓടിക്കളിക്കുന്നതായ സ്വപ്നം കാണുന്നതാകാം. നിങ്ങളോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയോ കൊഞ്ചുന്നതായി സ്വപ്നം കാണുകയാണ് എങ്കിലും ശുഭകരം തന്നെയാണ്. അല്ലെങ്കിൽ ഭഗവാനുമായി ബന്ധപ്പെട്ട ചിഹ്നങ്ങളാകാം, വസ്തുക്കളാകാം. ഇത്തരം കാര്യങ്ങളാണ് എങ്കിലും സ്വപ്നത്തിൽ നിങ്ങൾ കാണുന്നു എങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം, ഭഗവാന്റെ സംരക്ഷണം നിങ്ങളിലുണ്ട്, ഭഗവാന്റെ സാന്നിധ്യം നിങ്ങളുടെ വീടുകളിലുണ്ട് എന്ന് തന്നെയാണ്. വളരെയധികം ഭാഗ്യവാനാണ്, ഭാഗ്യവതികളാണ് നിങ്ങൾ എന്ന് നിസ്സംശയം പറയാം. മറ്റൊന്ന്, ഭഗവാന്റെ അനുഗ്രഹമുള്ള വീടുകളിൽ ചില പ്രത്യേകമായ കാര്യങ്ങൾ കാണുവാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി നോക്കുന്നതായ അവസരത്തിൽ ധാരാളം ചെത്തി പൂത്തുലഞ്ഞു നിൽക്കുന്നുണ്ടാകാം. കാടുപോലെ പൂക്കും എന്നതാണ് വാസ്തവം. ഭഗവാന്റെ വിശേഷപ്പെട്ടതായ പുഷ്പങ്ങളിൽ ഒന്നുകൂടിയാണ് ചെത്തി. ചെത്തിയും തുളസിയും ചേർത്ത് കെട്ടിയ മാല കെട്ടി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ്, അല്ലെങ്കിൽ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം നൽകുവാൻ സഹായകരം തന്നെയാണ്. ഭഗവാന്റെ വിശേഷപ്പെട്ടതായ ദിവസങ്ങളിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ കാര്യം നിങ്ങൾക്ക് ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഭഗവാന്റെ വിഗ്രഹത്തിലോ നിങ്ങൾക്ക് വീടുകളിൽ വിളക്ക് തെളിയിച്ച് ഭഗവാന്റെ വിഗ്രഹത്തിൽ നിങ്ങൾക്ക് ചാർത്തുവാൻ സാധിക്കുന്നതുമാണ്. ഇപ്രകാരം നിങ്ങളുടെ വീടുകളിൽ ധാരാളമായി തുളസി കാട് പിടിച്ചതുപോലെ വളരുന്നതും, അതല്ല ചെത്തിയാണ് എങ്കിലും ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അത് ഭഗവാന്റെ സാന്നിധ്യം ഉള്ളതിനാലാണ് എന്ന് കൂടി അറിയുക. മറ്റൊന്ന് പരാമർശിക്കുവാൻ സാധിക്കുന്നത്, നിങ്ങളുടെ വീട്ടിലോ അയൽപ്പക്കത്തോ ഒന്നും മഞ്ചാടി മരങ്ങൾ ഉണ്ടാകില്ല എങ്കിൽ പോലും നിങ്ങളുടെ പറമ്പിൽ എവിടെ നിന്നാണ് എന്നറിയാതെ മഞ്ചാടിക്കുരു കാണുന്നതായ സാഹചര്യം നിങ്ങൾക്ക് പോലും മനസ്സിലാകണം എന്നില്ല എവിടെ നിന്നാണ് ഈ മഞ്ചാടിക്കുരു വന്നത് എന്ന്. എന്നാൽ നിങ്ങളുടെ പറമ്പിൽ പല ആവർത്തി കണ്ടു എന്ന് വരാം. ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അത് ഭഗവാൻ നിങ്ങളുടെ ഭവനങ്ങളിൽ വന്നു പോകുന്നതിന്റെ ഒരു പ്രകടമായ ലക്ഷണം തന്നെയാണ്. എന്നാൽ നിങ്ങൾക്ക് ഇപ്രകാരം കാണുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അതും ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഭഗവാനും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതിനാൽ ഭഗവാന്റെ ഇച്ഛയാൽ മാത്രമാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളതാക്കുന്നു. അതും നിങ്ങൾക്ക് വിശേഷപ്പെട്ടതായ ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ വീടുകളിൽ മണ്ണ് വാരിയിട്ടതുപോലെ അല്ലെങ്കിൽ കാട് പിടിച്ചതുപോലെ തുളസി ചെടികൾ വളരുന്നതായ സാഹചര്യം, വീടിന്റെ പല ഭാഗങ്ങളിലും ഇപ്രകാരം തഴച്ച് വളരുന്നതായ സാഹചര്യം, നിങ്ങൾ പരിപാലിക്കാതെ തന്നെ ധാരാളമായി തുളസി ചെടികൾ വളർന്നു വരുന്നു എന്നുള്ളതാണ്. ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ ആ വീട്ടിലെ അംഗങ്ങൾ ഭാഗ്യം ചെയ്തവരാണ് എന്ന് പറയാം. അത്രമേൽ ഈശ്വരാനുഗ്രഹം, ഭഗവാന്റെ കൃപാകടാക്ഷം ആ വീടുകളിലുണ്ട്, ആ വ്യക്തികളിൽ ഭഗവാൻ ചൊരിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ നിങ്ങൾക്ക് തീർച്ചയായും ചെയ്യുവാൻ സാധിക്കുന്നതായ ഒരു കാര്യം, നിത്യവും വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ ഒരു തുളസിയില പറിച്ച് അതിരാവിലെ തന്നെ ഭഗവാന്റെ കാൽപാദങ്ങളിൽ സമർപ്പിക്കാം. നിങ്ങൾക്ക് സമയമുള്ളവരാണ് എങ്കിൽ തീർച്ചയായും ഭഗവാന് തുളസിമാല കെട്ടിച്ചാർത്തി പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. തുളസിമാല നിങ്ങളുടെ കൈകൾ കൊണ്ട് തന്നെ ഭഗവാനെ കെട്ടിച്ചാർത്തുകയാണ് എങ്കിൽ അത്രമേൽ വിശേഷപ്പെട്ടതായ കാര്യമില്ല എന്നാണ് പറയുക. ഭഗവാൻ അത്രയും വിശേഷപ്പെട്ടതായ ഒരു കാര്യമാണ്. ഇപ്രകാരം നിങ്ങളുടെ വീടുകളിൽ തുളസി ധാരാളമായി വളരുന്നു എങ്കിൽ മറ്റൊരു കാര്യം കൂടി പരാമർശിക്കുവാൻ സാധിക്കും. അത് നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാൻ കേട്ടിരിക്കുന്നു എന്ന സൂചന തന്നെയാണ്, അല്ലെങ്കിൽ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതുമാണ്.
തീർച്ചയായും അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടതായ മറ്റൊരു കാര്യം, ഈ തുളസി നിങ്ങളുടെ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. മാല കെട്ടി സമർപ്പിക്കുവാൻ സാധിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായി തന്നെ കണക്കാക്കുവാൻ സാധിക്കുന്നതുമാണ്. മായക്കണ്ണൻ തന്നെയാണ് സാക്ഷാൽ ഭഗവാൻ. ഞാൻ ഈ പരാമർശിക്കുന്ന ലക്ഷണം നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ അത് തീർച്ചയായും ഭഗവാന്റെ സാന്നിധ്യമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതായ അവസരത്തിൽ അല്ലെങ്കിൽ വിളക്ക് തെളിയിച്ച് ഭഗവാന്റെ വിഗ്രഹം നോക്കി പ്രാർത്ഥിക്കുമ്പോൾ, ചിത്രം നോക്കി പ്രാർത്ഥിക്കുന്നതായ അവസരത്തിൽ ഭഗവാൻ നിങ്ങളെ നോക്കി പുഞ്ചിരിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുക. ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ അത് അതീവ ശുഭകരമാണ്. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തർക്ക് മാത്രമാണ് ഭഗവാൻ ഇപ്രകാരം കാട്ടിക്കൊടുക്കൂ എന്നുള്ളതാണ്. അതായത് ഈ ലക്ഷണം ഭഗവാൻ തന്നെ നിങ്ങൾക്ക് കാട്ടിത്തരും. അല്ലെങ്കിൽ ഭഗവാൻ കണ്ണിറുക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു, കവിൾ അനക്കി ചിരിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു എങ്കിൽ അത് ഭഗവാന്റെ സാന്നിധ്യം തന്നെയാണ്. ഇനി അഥവാ ക്ഷേത്രത്തിൽ വെച്ചാണ് എങ്കിലും നിങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായാൽ അത് ഭഗവാന്റെ സാന്നിധ്യത്താലും ഭഗവാന്റെ കൃപാ കടാക്ഷത്താലും ഭഗവാനോട് അത്രമേൽ നിങ്ങൾ അടുത്ത് നിൽക്കുന്നതിനാൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്നറിയുക. കൂടാതെ നിങ്ങൾ ഭഗവാനെ തൊഴുന്നതായ അവസരത്തിൽ അത് വീടുകളിലാണ് എങ്കിലും അഥവാ ക്ഷേത്രത്തിലാണ് എങ്കിലും നിങ്ങളുടെ കണ്ണ് തുടിക്കുന്നതാണ്. സ്ത്രീകൾക്കത് ഇടതും പുരുഷന്മാർക്കത് വലത് കണ്ണുമായിരിക്കും. കൂടാതെ നിങ്ങൾക്ക് രോമാഞ്ചം അനുഭവപ്പെടുന്നതായ അവസ്ഥ അല്ലെങ്കിൽ കണ്ണുകൾ നിറയുന്നതായ അവസ്ഥ, അത് നിങ്ങളെ മനസ്സിലുള്ള വിഷമം കൊണ്ടായിരിക്കില്ല, സന്തോഷ കണ്ണീരായിരിക്കും, ആനന്ദ കണ്ണീരായിരിക്കും. ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ അതും ഭഗവാന്റെ അനുഗ്രഹത്താലാണ്. ഭഗവാന്റെ കൃപാകടാക്ഷം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. നിങ്ങളുടെ വീടുകളിൽ ഭഗവാന്റെ സാന്നിധ്യമുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം. ഞാൻ ഈ പരാമർശിച്ചിട്ടുള്ളതായ വിശേഷപ്പെട്ട ലക്ഷണങ്ങളിൽ ഒരെണ്ണമെങ്കിലും നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാണ്. ഇനി അഥവാ ഈ ലക്ഷണങ്ങളൊന്നും നിങ്ങൾക്ക് പ്രകടമായില്ല എങ്കിൽ ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ടതായിട്ടില്ല. ഒരല്പം ജലം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ പോലും അതിൽ പ്രസന്നനാകുന്ന ദേവനാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾ ഭഗവാനെ പൂർണ്ണമായും വിശ്വസിച്ച് ആരാധിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്കും പ്രകടമാവുക തന്നെ ചെയ്യും.